നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ മലയാളി എന്ന നിലയിൽ വളരെ അഭിമാനമുള്ളൊരു സംഭവം തന്നെയാണ് ഇന്ന് മോദി ലോകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാന്റെ തയ്യാറെടുപ്പുകളുടെ വിശകലനത്തിനും ശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്യാനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് യാത്ര തിരിച്ചത്. സംഘത്തലവൻ മലയാളി കൂടിയാണ് എന്നതാണ് ഏറ്റവും അഭിമാനകരമായ നിമിഷം. ആദ്യമായാണ് ഇവർ 4 പേരുടെയും ചിത്രം അല്ലെങ്കിൽ 4 പേരെയും ആദ്യമായാണ് ലോകത്തിന് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് ഇനിയും പ്രവർത്തനങ്ങൾ നേരിടേണ്ടതുണ്ട്. 2025 ലോകം കാത്തിരിക്കുന്ന രാജ്യത്തിന്റെ അഭിമാന നിമിഷത്തിനായി ഇനിയും അവർക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ സെൽഫി എടുക്കാനോ ഓട്ടോഗ്രാഫിനായോ ഒക്കെ തന്നെ ആരും അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതേ വേദിയിൽ തന്നെ പിണറായി വിജയൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു, കേന്ദ്ര സഹമന്ത്രിമാർ അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. എന്തായാലും അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഞെട്ടലോടുകൂടിയാണ് ആ മലയാളിയെ കണ്ടത്. 4 പേരിൽ സംഘത്തലവനായി മലയാളി എത്തുന്നു. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സംഘത്തെ നയിക്കുന്നത്. പാലക്കാട് നെന്മാറ സ്വദേശിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയാണ് ഇദ്ദേഹം. അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭ്മാൻ ശുക്ല എന്നിവരാണ് മറ്റുള്ള സംഘാംഗങ്ങൾ. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാനിൽ പങ്കെടുക്കുന്ന 4 ടെസ്റ്റ് പൈലറ്റുമാരുടെ പേരുകളാണ് ഇന്ന് പുറത്തു വന്നത്. അല്പസമയം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോകത്തിലേക്ക് അത് സമർപ്പിച്ചത്. ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന 4 ടെസ്റ്റ് പൈലറ്റുമാരുടെ പേരുകളാണ് പുറത്തു വന്നത്. ഇവരിൽ 3 പേരാകും ബഹിരാകാശ യാത്ര നടത്തുക. 3 ദിവസത്തേക്ക് 400 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച ഭൂമിയിൽ തിരിച്ചെത്തിക്കുന്നതാണ് ഗഗൻയാൻ ദൗത്യം. ഇതിൽ ആദ്യ പേരുകാരനായി മലയാളി എത്തുമ്പോൾ പ്രതീക്ഷ കേരളത്തിനുണ്ട്. ടെസ്റ്റ് പൈലറ്റുമാർ 1.5 വർഷം റഷ്യയിൽ പരിശീലനം പൂർത്തിയാക്കിയിരുന്നു. ബാംഗ്ലൂരിൽ ISROയ്ക്ക് കീഴിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലും പരിശീലനം നടത്തി. ദുഷ്കര വെല്ലുവിളികൾ നേരിടാൻ സമ്മർദ്ദരെന്ന നിലയിലാണ് ദൗത്യത്തിന് യുദ്ധവിമാന പൈലറ്റുമാരെ തിരഞ്ഞെടുത്തത്. 2020 ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി 4 പേരെയും തിരഞ്ഞെടുത്തത്. 2025 ഗഗൻയാൻ ദൗത്യം. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി യന്ത്ര വനിത വ്യോമമിത്രയെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗൻയാൻ പരീക്ഷണ ദൗത്യം GX 2024 ജൂണിൽ വിക്ഷേപിക്കും. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ 3 ദിവസം സഞ്ചരിച്ച ശേഷം മടങ്ങിയെത്തും. തുടർന്ന് G1, G2 എന്നീ പരീക്ഷണ വിക്ഷേപണങ്ങൾ കൂടി കഴിഞ്ഞ ശേഷമാകും ബഹിരാകാശ യാത്രികരുമായുള്ള ഗഗൻയാൻ ദൗത്യം നടക്കുക. മനുഷ്യനെ ബഹിരാകാശത്തേക്കും തിരികെ ഭൂമിയിലേക്കും സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുമെന്നും തെളിയിക്കുകയാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യം.